Hey all, good morning and welcome back to my channel. Assalamu alaikum. Guys, ഒന്നും പറയണ്ട. അല്ലെങ്കിൽ ലൈറ്റ് ഇടും. ഇന്ന് ലൈറ്റ് ഓക്കെ 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 നോക്ക് മമ്മനെ കാണുന്നില്ലേ മമ്മനെ കാണുന്നില്ലേ That's over. Please on. Please on. Please. Please on. Please. Please, Ebbu. Switch on. I don't have an idea. On okay, Sonu. Switch on. On okay. എന്നിട്ടുണ്ടെന്നെ പറയാം. Wow. See my baby. അത്താഴത്തിന് എണീച്ചു എബ്ബു നോമ്പ് പിടിക്കാൻ പോവാ ഗൈസ് നാളെ. സുനുവും സൈഗോക്കെ അത്താഴം കഴിച്ച് കിടന്ന് എണീച്ച പിള്ളേര് ഇന്നലെ എണീറ്റില്ലായിരുന്നു സുനു. അപ്പൊ ഇന്നലെ സുനു നല്ല പണി കിട്ടി കഴിക്കാനിട്ട്. ഇന്നലെ അവർക്ക് ടഫായി. അപ്പൊ ഇന്നലെ എൻ്റെ അടുത്ത് പറയണായിരുന്നു നാളെ ഞാൻ എന്തായാലും എണീക്കും അശ്വിനി. ഞാൻ കഴിക്കാനൊന്നും എണീറ്റില്ല ഇന്ന്. ഐ തോട്ട് ലെറ്റ് മീ സ്ലീപ്പ് കുറച്ച് നേരമാണ്. പക്ഷെ എൻ്റെ ഈ അലർജി സമ്മതിക്കണ്ടേ, അത് എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂലല്ലോ. എനിക്കെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എണിപ്പിച്ചു. അപ്പൊ ഇവരൊക്കെ കഴിച്ചു. നമ്മളിപ്പോ പ്രശ്നം എന്താന്നുള്ള കറക്റ്റ് നല്ലൊരു കമന്റിൽ ആരും ഇട്ടിട്ടുണ്ട്. കമന്റ് സൂക്ഷിക്കണം, കറക്റ്റ് കൺട്രോൾ ചെയ്യണം ഫുഡും കാര്യങ്ങളൊക്കെ. എങ്ങനെയൊക്കെ നമുക്ക് പോഷകരമാക്കാം അതൊക്കെ. എനിക്കും കൂടെ ഞാൻ പത്തിരിയും ചിക്കൻ കറിയും മാത്രം കഴിച്ചോളൂ. ഒരു ചായം കുടിച്ച സെറ്റ്. എനിക്കൊരു കോഫി പറഞ്ഞില്ലല്ലോ ഇപ്പൊ ഇങ്ങോട്ട് പോണം. സ്ഥിരം ചായ കുടിക്കുന്ന ചായ അത്താഴത്തിന് എഴുതിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ചായ പുറത്തുനിന്നില്ല. അപ്പൊ ആ ഒരു മിസ്സിങ് തീരും. അല്ല ഇവര് കഴിച്ചിട്ടൊക്കെ ഇരിക്കണായിരുന്നു താഴെ. അപ്പൊ മോളിൽ നിന്ന് എന്നെ കോൾ ബേബി ഉറങ്ങിയ ഇല്ല എന്താ എനിക്ക് പറ്റില്ല അലർജി കൂടിയിട്ട് പ്രാന്തമുണ്ട്. അപ്പൊ ബേബി ബാന്ന ചായ കുടിക്കുക. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ആഹാ എന്നെ വിട്ടിട്ടല്ലേ. അത് കൊള്ളാം. അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ ലൈറ്റ് ഓൺ ആക്കിയ സോറി. ഇങ്ങനെ അലർജി ആയി തുമ്മി കോൾഡ് ആയപ്പോ ഇങ്ങനെ ചൂട് കുടിക്കാൻ നല്ലൊരു അല്ലെങ്കിൽ ഇടും അവന് വേണ്ടപ്പോ ഇടും. എന്റെ തുമ്മല് കേട്ട് അല്ല എന്റെ തുമ്മല് കേട്ടിട്ടാന്ന് തോന്നുന്നു ഇവിടെ എണീറ്റത്. ഞാനൊരു കോമ്പറ്റീഷൻ പോലെ തുമ്മണായിരുന്നു. 50 തുമ്മൽ തുമ്മില്ല. നല്ല കോഫിയാണ് ഇവിടുത്തെ. കോഫി ചായ എനിക്കും എന്താ ഇല്ലാത്ത കോഫി പാല് ചൂടല്ല പെട്ടെന്ന് കുടിച്ച്. സോ ഗൈസ് അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ചു. വീടെത്തി. ഇനി എനിക്ക് ഉറക്കില്ല, എൻ്റെ മോന് ഉറക്കില്ല. ഹേ മോനെ ഉറങ്ങണില്ലേ മോനെ? It's black where? Where? It's camera കണ്ടിട്ട് it's black color. Black color. വിചാരിക്കണേ എവിടെയാണ് ബ്ലാക്ക്.
ഈ അലർജിക്കൊരവസാനമില്ലേ എൻ്റെ എബു, എൻ്റെ എബു, എൻ്റെ എബു, എൻ്റെ എബു. ഈ അലർജിക്കൊരു അവസാനമില്ല എൻ്റെ എബു, എൻ്റെ എബു. നമ്പർ വിച്ച് നമ്പർ? അപ്പോൾ നമ്മളിനി ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് എല്ലാം കഴിയുമ്പോൾ ബാങ്കൊക്കെ ആവും. അപ്പോൾ നമുക്കിനി പിന്നെ കാണാം. അലർജിയൊക്കെ മാറിയിട്ട്. അയ്യോ എൻ്റെ ഒരവസ്ഥ പഠിച്ചോടെ. സോ ഗൈസ് ബൈ പറയട്ടെ അബു. Bye. You don't want to sleep? Bye. Bye. Sleep, Ebru. It's a sleep time. Ebru, it's a sleep time, my baby. Sleep well. Oh God. Okay, guys. ഇനി നമുക്ക് പിന്നെ കാണാം. Bye. Good morning. Wait. Where are we going, Ebru? Huh? I'm going. അവൻ ആരെ വെയിറ്റ് ചെയ്യാൻ അറിയോ? അവൻ്റെ ഇമ്മി. Mommy. ഇമ്മി ഇല്ലാതെ അവൻ എവിടെ വരൂല ഇപ്പൊ. I want Amy. ഐ വോണ്ട് ഇമ്മി. ആഹാ. Where is your ഇമ്മി? I want you. Where is your ഇമ്മി, എബു? ഇമ്മി വന്നില്ലല്ല. അതിലെ കുട്ടിക്കൊണ്ടിരിക്കുന്നു. ആ എവിടെ? ആ അപ്പോ നമ്മള് ഇപ്പൊ എവിടെയാണ് പോണത്? ഇമ്മി അവന് വേണ്ടി നൈറ്റിൽ ഒരു ഷോൾ ഇട്ട് വന്ന് ഇറങ്ങൂല അവൻ. സോനനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങൂല. ഇമ്മി കം 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 എന്നാക്കിക്കൊണ്ടിരിക്കും. Amy came. Amy came. Happy? Where are we going? ഇഷ്ടമല്ലട്ടാ വേസ്റ്റ് ഒക്കെ ഉണ്ടാവണത്. ഒരു പീസ് പേപ്പർ പോലും ഉണ്ടാവും. അപ്പൊ നമ്മള് ഉറക്കത്തിൽ വെച്ച് നേരെ എങ്ങോട്ടാണ്? ബീഫ് മേടിക്കാൻ. അല്ല ഇപ്പൊ ബേബി ബീഫ് മേടിക്കാനോ പച്ചക്കറി മേടിക്കാനോ ചായ കുടിക്കാനോ എന്തിനു പോയാലും നമ്മൾ പോകും കൂടെ. ബിക്കോസ് ബേബി ആകെ ഉള്ളത് ഒരു 4-5 ദിവസമാണ്. അപ്പൊ എത്രയൊക്കെ ടൈം ബേബിയുടെ കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രയൊക്കെ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇന്നലത്തെ നോമ്പൊക്കെ? ആൻഡ് ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാം. യു ക്യാൻ ഷെയർ എവറിത്തിങ് അബൌട്ട് റമദാൻ. അപ്പം നമ്മൾ ഇന്നലെ ബീഫ് മേടിക്കാന്ന് വിചാരിച്ച് നടന്നില്ല. ഇന്നലെ ആദ്യത്തെ നോമ്പായിട്ട് തന്നെ ബീഫ് കട്ട്ലറ്റ് തിന്നാൻ പറ്റിയില്ല. അപ്പൊ ഇനി ബേബി ആകെ 4-5 ദിവസം ഉള്ളത് കൊണ്ടിട്ട് ബേബിക്ക് ഫുൾ ഡേ ബീഫ്, ഫുൾ ഡേന്ന് ഫുൾ റംദാൻ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കണം ഉള്ളടുത്ത ദിവസം. വേണമെങ്കിൽ പാക്ക് ആക്കിയിട്ട് തരാം. അവിടെ കൊണ്ടിട്ട് പൊറിച്ച് തിന്നോ ഫ്രോസൺ ബീഫ് കട്ട്ലറ്റ്. അവിടെ എങ്ങനെ നോമ്പ് തുറക്കും നിങ്ങൾ? പള്ളിയിലാ? ചിലപ്പോ പള്ളിയിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഷാജുവിന്റെ കാണിക്കണം കേട്ടോ നമ്മളെ. ചിലപ്പോ ഞാൻ വ്ലോഗ് ചെയ്യും. റീൽസിന്റെ ഷോട്ടുകളൊക്കെ ബിസി അല്ലെങ്കിൽ എന്നല്ല, ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാല്. ബിസി എന്തായാലും ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമുക്കിനി ബീഫ് മേടിക്കാൻ പോവാം. റൈറ്റ് എബ്രു? Right, Abby? Yes. Yes, mommy. Yes, mommy. Say yes, mommy. It's mommy. Yes, mommy. Good boy. Let's go, mommy. Let's go, mommy. ഗൈസ്, അങ്ങനെ നമ്മൾ പുറത്ത് പോയി ബീഫൊക്കെ മേടിച്ച്. അവിടെ നിന്ന് ഒരു ലാഗ് ഉണ്ടായിരുന്നു. ബീഫ് മേടിക്കാനല്ല, അവിടെ നിന്ന് ബേബി വേറൊരു സ്ഥലത്ത് പോയി. ആൽവയിൽ പോയിട്ട് ചെടികളൊക്കെ വെക്കാനുള്ള വലിയ ഒരു ട്രേ പോലത്തെ ഐറ്റം വേണമായിരുന്നു. അത് മേടിക്കാൻ അവിടെ, അത് നമ്മൾ പണിയിപ്പിച്ചതാണ്. അപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്കാണെങ്കിൽ സ്ട്രെസ്. എപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ടെൻഷൻ ആവും അവൻ്റെ ഫുഡിൻ്റെ ടൈമിങ്സ് ആയി വരുമ്പോൾ. അപ്പോൾ ഞാൻ എത്ര ബിസി ഉണ്ടെങ്കിൽ അവൻ്റെ ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നോക്കുള്ളൂ. അപ്പോൾ ഞാൻ ബേബിയിൽ ഇങ്ങനെ പറയണമായിരുന്നു, കഴിഞ്ഞ ബേബി പോവാൻ നമുക്ക് എപ്പോഴും ഫുഡ് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ. അപ്പോൾ എന്തായാലും ഒരു കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീടെത്തി. ഇപ്പം എൻ്റെ എബ്ബു മുത്തിന് പത്തിരിയും ചിക്കൻ കച്ചോണ്ടിരിക്കണ്ട് പൈതൽ. ഞാൻ അവന് ഫുഡ് കൊടുത്തിട്ട് വേണം കിച്ചണിലോട്ട് കയറാൻ. അപ്പോൾ ബീഫ് കൊണ്ടുവന്നത് സോന ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബീഫ് കറി വെക്കാം. ബേബിക്ക് ഇടിയപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ബീഫ് കറിയും ഇടിയപ്പമായിരിക്കും ഇന്ന് നാസ്റ്റ. കടികളൊന്നും 2 പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അല്ലേ അബ്ബു? നമ്മുടെ ബേബി ഹംഗ്രി ആയിരുന്നു. നമ്മുടെ ബേബി ഹംഗ്രി ആയിരുന്നു. എൻ്റെ മുത്തു ചക്കര. അപ്പോൾ നമുക്കിത് കിച്ചണിൽ കാണാം. ഓക്കെ, ഞാൻ എപ്പോഴും ഫുഡൊക്കെ കൊടുക്കട്ടെ. പിന്നെ ബേബി റെഡിയായി തിരക്കിൽ പള്ളി പോകാനുള്ള തിരക്കിലാണ്. ഫസ്റ്റ് ജുമ ഓഫ് ദിസ് റംദാൻ. ജുമ മുബാരക്. ബേബി പള്ളി പോയി വരുമ്പോൾ നമുക്ക് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ജുമ മുബാരക് ബേബി. ഓക്കേ, ജുമ മുബാരക്. ബൈ. വലൈക്കും അസ്സലാം. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. വാട്ട് ആർ യു ഡൂയിങ്? ജ്യൂസ് ഒക്കെ കുടിക്കണാണ് എൻ്റെ ബേബി. വാവ്. ബാക്കി ഗ്ലാസ് എവിടെ? ഇവിടെ. പൊടികളൊക്കെ ഇട്ട് നീ ഇതില് Baby, do not touch my camera. Please don't. You want a chicken? You want chicken? Mama will give you. Go. Yeah. Okay, go. Mama will give you chicken. Yes. Let's go. Okay, sit there. Mama will bring. Good boy. I'll help you. I can help you. Wait. I can help my baby. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. കറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ബീഫ് കറി വെക്കുമ്പോൾ തന്നെ അത് കുറച്ചധികം ബീഫ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കട്ട്ലറ്റിനും എടുക്കാമല്ലോ. അപ്പോൾ സോണ് കട്ട്ലറ്റിന് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് സെപ്പറേറ്റ് വേണ്ട. നമുക്ക് പൊട്ടറ്റോ ഇന്നത്തെ ഉണ്ടായിരുന്നു, ഓർമ്മയില്ലാന്ന് തോന്നുന്നു. സോണ് വീണ്ടും ഇട്ടിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും സ്നാക്സിന് എടുക്കാം. അപ്പോൾ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ബീഫ്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല എല്ലാം കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ ബീഫ് കറിയിൽ ഇപ്പം ഞാൻ കുറച്ച് ചേഞ്ച് ആയിട്ടാണ് വെക്കണത്. മുമ്പ് ഞാൻ ഇങ്ങനെ കാണിച്ച പോലെ അല്ല ബീഫ് വെക്കണത്. ഇപ്പം ഉള്ളി ചതച്ചിട്ട് വേവുമ്പോൾ ഞാൻ ഇടും, ആ ഒരു ഫ്ലേവറും ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള ഉള്ളി നമുക്ക് ആദ്യം എടുക്കണം ഇതിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലറ്റിന് വേണ്ടി വേറെ തന്നെ ബീഫും പൊട്ടറ്റോ ഒക്കെ വേവിക്കാട്ടോ. അതിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടാൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇതൊക്കെ ഇടാന്ന് വിചാരിച്ചു. ഉള്ളി അരിയാൻ ടൈം എടുക്കും, പക്ഷെ അത്ര ടൈം എടുത്ത് അരിഞ്ഞതിൻ്റെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ഇതിലുണ്ടോ, നമ്മുടെ കറിയിലുണ്ടോ. അന്ന് ഞാൻ ബേബിയുടെ ഫ്രണ്ട്സ് വന്നില്ലേ,
ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ഫാമിലിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ ഒരു ടച്ചിലാണ് വെക്കണം ഈയിടെയായിട്ട്. അപ്പോൾ യെസ്, ഞാൻ പെട്ടെന്ന് തന്നെ പറ്റില്ല, ടൈം എടുക്കും. ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഇൻഗ്രീഡിയൻസ് അതിനേതാണ്. Okay, go and watch TV. Did you eat chicken? Did you eat chicken? Yes. You finished eating? Chicken finished? Show me. Show me the plate. Show me your plate. Go bring your plate. Let me check. Go. പോയിട്ടുണ്ട്, കാണിക്കോ? Let me check your plate. Bring your plate, Ebru. Yup. Baby. Yes. Eating onion? Mama onion കട്ടാക്കണ കൊണ്ടിട്ടാണ് eating onion എന്ന് പറഞ്ഞത്. Telling lies. No papa. Open your mouth. Open your mouth. Open your mouth. Ha ha ha. ഇട്ടിട്ടുണ്ട്. ഇനി സ്പെഷ്യലായിട്ട് ഒരു സ്പൂൺ ജീരകം ഇടുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് വേവാൻ വെക്കാം. ഉപ്പിട്ടിട്ടില്ല കേട്ടാ, ഉപ്പിടാൻ മറക്കണ്ട. യെസ്, ഉപ്പിടാം. ഉപ്പിട്ടെ. സമയം പോണുണ്ട്, ഇന്ന് സമയം പോണുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഇട്ടോളൂ. थोड़ा और चाहिए. ആ ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞ് ഇനി വേവാൻ വെക്കാം. അപ്പോഴത്തേക്കും ബീഫിനുള്ള മസാല എടുത്തിട്ടുണ്ട്. ബീഫ് കട്ട്ലേറ്റ്. അതന്നെ, ബീഫ് കട്ട്ലേറ്റിനുള്ളത്. ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡ് ബൈ സൈഡ് ഞാൻ കട്ട്ലേറ്റിനുള്ള മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ വേറെ ഒന്നുമില്ല, ഓണിയൻ, ഗ്രീൻ ചില്ലി, പൊടികളായിട്ട് പെപ്പർ പൗഡറാണ് കുറച്ച് കൂടുതൽ ഇടാറ്. പിന്നെ ഇച്ചിരി ഒരു ഹാഫ് സ്പൂൺ മീറ്റ് മസാല, ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട്, ബിക്കോസ് ഓൾറെഡി അതിൽ ചതച്ചിട്ടിട്ടുണ്ട്. ഓൾറെഡി ഇതിൽ ഇച്ചിരി തുള്ളി ഇട്ട്. ചിലപ്പോൾ ഞാൻ ഈ ഒരു മസാല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും, എന്നിട്ടായിരിക്കും പൊട്ടാറ്റോ ബീഫ് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ബീഫും ക്രഷ് ചെയ്തിട്ടാണ്, പൊട്ടാറ്റോ മാഷ് ചെയ്ത് ബീഫ് ക്രഷ് ചെയ്തിട്ടാണ് ഇതിൽ മിക്സ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് മിക്സാക്കി നമുക്ക് എന്താക്കാമെന്ന് കറിയുടെ ടൈസ് ഉള്ളി ഉണ്ടാക്കാന്ന പരത്തിയെടുക്കാന്ന്, എന്താ പറയണ കട്ട്ലേറ്റിന്? റോളാ. അതെ. അപ്പോൾ എൻ്റെ ക്യാമറയിൽ ചാർജ് ഇല്ല, ക്യാമറ ചാർജ് ആവട്ടെ. ഭയങ്കര സൗണ്ട്. ഡോറടക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് ആൻഡ് പൊട്ടറ്റോ നല്ല വെന്തിട്ടുണ്ട്. നല്ല വെന്ത പൊട്ടറ്റോ വന്നിട്ട് എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. എവിടത്തെ ലാംഗ്വേജ്? അങ്ങനെ സംസാരിക്കണം കേട്ട പോലെ. എങ്ങനെ? എവിടെ വെക്കണം? എന്താണ് അത്?
അത് ലാംഗ്വേജ് പോലെ സാധാരണ പറയണ പോലെ. നാളെ പൊട്ടോട്ടോ എടുക്കണ്ട, നാളെ ഞാൻ ആ ഫ്രിഡ്ജിലുള്ളത് എടുത്തോളാം. ഇതിപ്പോ ഇത്ര ഇടാം. നാളെ ഓർമ്മ വേണം. നിനക്കിന്ന് ഓർമ്മയില്ലാതാണ് നീ എടുത്തത്. അല്ല, സത്യമായിട്ടും പറഞ്ഞേ, ഞാനത് കൂടുതൽ എടുക്കാല്ലാന്ന്. ചെറിയ പൊട്ടറ്റോ 3-4 പിന്നെ നാളത്തേക്കും കൂടി കൂട്ടി. ഓക്കെ, ഞാനിനി ഇവിടെ എന്താണ് അത്ര ടൈറ്റിൽ കാണിച്ചത്? മുഖം ചൂട് തൊടുന്ന മഷൂറ. സോനാണെങ്കിൽ ഇപ്പൊ ഓടിയനെ. ഞാൻ വെള്ളത്തിന്റെ അടിയിലിട്ടിട്ട് എടുക്കും. അപ്പൊ വെള്ളം പിടിക്കൂല അതിന്റെ? ഏയ്, വെള്ളത്തിലിട്ട് തന്നെ എടുക്കും. വെള്ളം മിക്സ് ആക്കിയിട്ട് ഊത്. 1 ഡൺ, 2 ഡൺ, 3 ഡൺ. ഇത് സ്പീഡിൽ ഡൺ ആക്കിക്കോ. ഇങ്ങനെ തല കറങ്ങണ പോലെ ഊതുമ്പോ അതെന്താണ്? അയാണിന്റെ കുറവാ. എന്തിന്റെ കുറവാ? ഒന്നാമത് എനിക്ക് BP ലോ ആണ്. അയൺ ഉണ്ടാവൂലേ ബോഡിയിൽ. ഇത് പൊളിക്കാൻ തന്നെ കാണിക്കുന്നതാണ് ഫുള്ള്. അപ്പോൾ ഞാനിത് പൊളിച്ചിട്ട് ഈ ബീഫും ആവശ്യമായിട്ട് ക്രഷ് ആക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മുടെ കട്ട്ലേറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. മാഷ്ഡ് പൊട്ടാറ്റോ, മിക്സ്ഡ് ബീഫ് ആൻഡ് ഇത് മസാല, നമ്മൾ ഒനിയൻ ഒക്കെ ഇട്ടിട്ട് ചെയ്ത മസാല. ഇനി അത് 3 മിക്സ് ആയിട്ട് നമ്മൾ പിടിപ്പിടിക്കും. Making cutlet. Beef cutlet. Beef cutlet. Beef cutlet. What are you eating? Mixture പോലെ തിന്നോണ്ടിരിക്കണേ. Cornflakes? You like it? 25 തീയതി So guys, the yummy cutlet is ready. Cutlet ready അല്ല, കട്ട്ലറ്റിൻ്റെ എന്താണ് കട്ട്ലേറ്റ് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. യെസ് യപ്പ. ഇതെന്താണ് ഒഴിക്കൽ കണ്ട? എന്താണിത്? ഗുവാവ ഷേക്ക്. എസൻസ് ആണ്, പക്ഷെ ഗുവാവ പോലെ ഉണ്ടാവും ഫ്ലേവർ. ഫസ്റ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്യണേ. സ്ക്വാഷ് ആണ്. സ്മെല്ല് അതുപോലെ തന്നെ ഉണ്ട്. സ്മെല്ലിക്കാമോ? സ്മെല്ലിച്ചോ? അപ്പൊ അതാണ് ഇന്ന് ഡ്രിങ്ക്. പിന്നെ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടോ? ഓക്കെ, മറ്റേ മൊഹബത്ത് സർബത്ത് ഉണ്ടാക്കിയില്ല. അത് വേറെ ഞാൻ എടുത്ത്. അപ്പോൾ ബാക്കി വന്ന ബീഫാണിത് കറിക്കെടുക്കാനുള്ള. ഇതിൻ്റെ ഒരു ഐറ്റം ഞാനിപ്പോൾ ഉണ്ടാക്കും. അതെന്താന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത് ഞാനൊരു ചട്ടി എടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ജീരകം ഇട്ട്, കറിവേപ്പില ഇട്ട്, പിന്നെ ചെറിയുള്ളി ചതിച്ചത് എല്ലാം നല്ലോണം ഫ്രൈ ആക്കി എടുക്കും. ഫ്രൈ ആയി കഴിഞ്ഞിട്ട് പറയാം എന്താ ചെയ്യാനായിട്ട്. ഞാനൊന്ന് അപ്പുറത്ത് പോയി വന്നത്, ഒരു ബൾക്ക് ഓർഡറിൻ്റെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞു കൊടുക്കാൻ പോയതാണ്. ആ ടൈമിൽ സോനു ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഇത് കത്തിന്ന് പറയൂ, നമ്മള് വേണ്ടിട്ട് കത്തിയൊന്നും
കുറച്ച് മുരിഞ്ഞതാണ്. ഞാൻ മണം കേട്ട് വന്നപ്പോഴാണ് മശോ നീ ഉള്ളി വെച്ചായിരുന്നു. അല്ല ഇവള് ഓഫ് ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷെ ഓഫല്ല, അവള് കുറച്ചാ വെച്ചത്. തലമെസ്. ഇത് ആ ഉള്ളിയൊക്കെ മൊരിച്ചതിലിടും. ഓക്കെ, മൊരിഞ്ഞ ഉള്ളിയിലേക്ക് ഇത് തട്ടുന്നതാണ്. ഗൈസ്, നമ്മുടെ ഫിറ്റ് ഷേക്കിലും ഫിറ്റ് ഷേക്ക് എത്നിക്സിലും വെസ്റ്റേൺ വെയർ ആയാലും എത്നിക്സ് ആയാലും ഭയങ്കര അടുത്താണ്. ഇല്ല, ഞാൻ കുറച്ചെടുത്തു. നല്ല നല്ല കളക്ഷൻസ് ഇതിന്റെ വന്നിട്ട് അടിപൊളി സെയിലാണ് മാഷാഅല്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോയതാണ്. ബൾക്ക് ഓർഡേഴ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. വെബ്സൈറ്റ് കയറി പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നോ വരീസ്. നമ്മളെല്ലാ വീഡിയോസിലും ഓണാക്കിയിട്ടില്ല, ഓഫ് ചെയ്ത് വെക്കും. നമ്മുടെ എല്ലാ വീഡിയോസിലും വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ വാട്സ്ആപ്പ് നമ്പർ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം. നല്ല ഡെനിം ഡ്രസ്സും സൽവേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. എല്ലാ പേജസിലും ഒരു കാര്യം ട്രെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും ഫുൾ ട്രെൻഡ്. പക്ഷെ നമ്മൾ അങ്ങനെ ആക്കില്ല. നമ്മൾ വെറൈറ്റി ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. സോ ദാറ്റ് നിങ്ങൾ ഒരേപോലെ ഇട്ടിട്ട് നടക്കരുത്. എല്ലാവരും ഡിഫറെൻറ്റ് ഐറ്റംസ് വേണം ഇട്ടിട്ട് നടക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലിങ്ക് ബേലും ഈദ് പ്രമാണിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് എത്തിക്കൊണ്ടിരിക്കുക ചൈനയിൽ നിന്ന്. നല്ല നല്ല ക്യൂട്ട് സിമ്പിൾ ഐറ്റംസ്, അതും നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 249 കാറ്റഗറിയുടെ ഒരു ഐറ്റംസ് തന്നെ ഉണ്ട്. അതിലെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ജുവലറീസ്. അപ്പോൾ എല്ലാ വെബ്സൈറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് അടിപൊളി കളക്ഷൻസ് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ബീഫ് ആവും. ഇതിനെ വറ്റണം. അപ്പോൾ സ്വയം പറയൂ, വേണ്ട വറ്റിക്കണ്ട, കുറച്ച് ചാറ് വേണം. അത് വറ്റട്ടെ. ആ വറ്റണ ടൈമിൽ ഞാൻ എന്ത് ചെയ്യും അറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം അത് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ഐറ്റം? ഇതാണ് ഐറ്റം, ചിക്കൻ. നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇത്. എല്ലാ ഒരു മുട്ട ഇട്ടിട്ടില്ല. ഞാൻ മുട്ട എവിടെയെന്ന് അല്ല, ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് ട്രെൻഡിങ്? ഈ ഒരു ഫില്ലിംഗ് ആണ് ട്രെൻഡിങ്. ആ ഫില്ലിംഗിൽ നമുക്ക് അവർ എടുക്കുന്നത് ബ്രെഡൊക്കെയാണ്, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കണത് സമൂസ ഷീറ്റിൽ വെച്ചിട്ടൊരു പരിഷ്കരണം ഉണ്ടാക്കാം. പരീക്ഷണം. ഓ, എന്നെ കൂടെ തെറ്റിച്ച്. ഞാനൊരു ആലോചിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ഡിഫറെന്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ്. ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് ഉപ്പ് കുറച്ച് പറ്റിയിട്ടുണ്ട്. പിന്നെ ദിസ് മുളക്, ഉള്ളി, വെളുത്തുള്ളി 2 മുട്ട. ഇനി ആ ചിക്കൻ്റെ പൊക്കത്ത് കുറച്ച് പെപ്പറും ഇടാം കേട്ടോ. കുറച്ച് പെപ്പർ ഇടൂ. ഇനി ഇത് സ്റ്റീം ആയിട്ടൊന്ന് കിട്ടട്ടെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതും സ്റ്റീം ആവട്ടെ, ഇതും ഒന്ന് വറ്റട്ടെ അല്ലേ. അപ്പൊ സോനന്ത ഗുവ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് വെള്ളമുണ്ട്. പിന്നെ ഇന്ന് സോനിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഷ്റൂം വെച്ചിട്ട് ഒരു കടി ഉണ്ടാക്കുന്നു. പക്ഷെ ഐ ഡോണ്ട് ഹാവ് ടൈം, ഐ എം സോറി. നാളെയാണ് നമ്മൾ അത് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ മതി. ഇപ്പൊ തന്നെ ഈവനിങ് ആയി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇത് സ്റ്റീമായി കഴിഞ്ഞിട്ട് എല്ലാറ്റിനും എന്താണ് ഉണ്ടാക്കണം. ഗൈസ്, ഒന്നും പറയണ്ട, ഞാൻ വീണ്ടും ഇപ്പൊ അപ്പുറത്ത് പോയി. ഞാൻ ഷൂട്ടിന് വേണ്ടി പോയതാണ്. പെട്ടെന്ന് 2 ഷൂട്ട് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു, അത് വേവുന്ന ടൈമിൽ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു റഷ് ആയിട്ടുള്ളൊരു ഓർഡർ വന്ന് വെബ്സൈറ്റ് ഇന്ന് ക്വിക്കായിട്ട്. ഞാൻ ഇന്ന് ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് എന്തോ അപ്ലോഡ് ചെയ്ത ആഫ്റ്റർനൂൺ എന്തോ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഡെനിംസിൻ്റെ. ഫുൾ സ്റ്റോക്ക് ഔട്ടായി. ഐ വാസ് ലൈക്ക്, ഞാനവിടെ സ്റ്റക്ക്. ഞാൻ അവരടുത്ത് ചോദിക്കരുത്, എല്ലാം തീർന്നു. അത്രയധികം പീസ് ഉണ്ടായിരുന്നു, എല്ലാം തീർന്ന്. അത്ര ക്വിക്കായിട്ട് മൂവ് ആയ ഒരു ഐറ്റമാണ്. നിങ്ങളിപ്പോൾ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അത് കാണൂല, വേറെ ഡെനിംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഡെനിം ഡ്രസ്സസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫിറ്റ് ഷേക്കിൻ്റെ വെബ്സൈറ്റിൽ കയറാം. വെസ്റ്റേൺ വെയർ ആയിട്ട്, എത്നിക്സ് അല്ല. അതിൻ്റെ വെസ്റ്റേൺ വെയർ കയറിയാൽ വേറെ ടൈപ്പ് ഉണ്ടാവും. ഇന്ന് ഞാൻ വീഡിയോ ഇട്ടതില്ല, എല്ലാം സ്റ്റോക്ക് ഔട്ടായി. മാഷാഅല്ലാഹ്, അടിപൊളി സെയിലായിരുന്നു ഇന്ന് ഹിസ്റ്ററി എന്ന് പറയാം. അതിൻ്റെ ഒരു ഷോക്കിലാണ് ഞാൻ ഹിസ്റ്ററി അടിച്ചത്. അത്രയധികം സെയിലായിരുന്നു. മാഷാഅല്ലാഹ്, പെട്ടെന്ന് തന്നെ തീർന്നു പോയി ആ ഐറ്റം. ഞാൻ ഇന്ന് വീഡിയോ ഇട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നൈറ്റ് പോലും ആയില്ല, വിതിൻ ഫ്യൂ അവേഴ്സ് അത് സെയിലായി പോയെല്ലാം. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഞാൻ ഇത് എന്ത് ചെയ്യുമോ ആവും. അപ്പോൾ നമുക്ക് ആ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ റെസിപ്പി പോട്ടെ, ഞാൻ എൻ്റെതായ ഒരു ഓൺ ഫില്ലിങ്സ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് ഉണ്ടാക്കട്ടെ. ബിക്കോസ് 5 o'clock കഴിഞ്ഞ് എനിക്ക് എഡിറ്റൊക്കെ ചെയ്യാനുള്ളതാണ്. ഭയങ്കര ഹരിബരി ആയിപ്പോയിട്ടാണ്. ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി അവർ പറയുമ്പോൾ, സ്റ്റാഫ്സ് പറയുമ്പോൾ എല്ലാം തീർന്ന് വശത്ത്. അത് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഞാൻ വീണ്ടും സ്റ്റോക്ക് ഇറക്കാൻ നോക്കി, പക്ഷേ ഇതില്ല എന്നാണ് പറയണേ.
ഐറ്റംസ് ഇല്ല, ഐറ്റംസ് എത്തൂല ടൈം ആകുമ്പോൾ. അപ്പോൾ ഐ തോട്ട് ഓക്കെ വിടാം, വേറെ ഐറ്റംസ് ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യട്ടെ, ആ സ്റ്റീം ചെയ്ത ഐറ്റംസ് എല്ലാം. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ റെസിപ്പി മാറ്റേണ്ട അവസ്ഥ, സമയമില്ല അതൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനെടുത്ത ചിക്കൻ എന്തായാലും ഫില്ലിങ്സിന് മതിയാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ക്യാപ്സിക്കം എടുത്ത് ആൻഡ് റെഡി ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാവുമല്ലോ ഫ്രൈസ്, അത് കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അടിച്ചത് വെള്ളം നേരത്തെ കാണിച്ചു തരാം. 2 പീസേ ഉള്ളൂ, അത് മതിയാവൂല. അപ്പോൾ നമുക്ക് കുറച്ചധികം വേണമല്ലോ, ഇച്ചിരി ഉണ്ടാക്കിയ സോനെണ്ണ കുടിക്കും. അപ്പോൾ അത് നമുക്ക് ഈ ഫ്രൈ ഇട്ട് കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. പേടിയാവണം, എപ്പോൾ മുമ്പ് എനിക്ക് എന്നെ തെറിക്കല പണി, സൂക്ഷിക്കണം. സോന പിള്ളേരെ ട്യൂഷനും ഉണ്ടാക്കി വന്നിട്ട് വേണം. ഇന്ന് നമ്മുടെ കെട്ടിയോനെ ഇടിയപ്പം കഴിക്കാനുള്ള മോഹം. അപ്പോൾ ഇടിയപ്പത്തിന് സോനം കുഴച്ച് വെച്ചിട്ടുണ്ട്, 2 പേരും ഒന്നിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് ഉണ്ടാക്കാൻ. എനിക്ക് ഷൂട്ട് ചെയ്ത് തരാനും ആരുമില്ല. ഞാനാണെങ്കിൽ അപ്പുറത്ത് പോയി സന്തോഷം കൊണ്ട് സ്റ്റെക്കായി പോയി. അതവിടെ അത്ര പാക്കിങ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും ഇന്ന് വിടാൻ പറ്റൂല, ഇനി നാളത്തേക്കാണ് സ്കെഡ്യൂൾ ചെയ്യണത്. അത് ഇപ്പോൾ ഒറ്റടിക്കൊരു ഹൈപ്പ് വന്നു, റഷ് വന്നു. ഒറ്റടിക്ക് വെബ്സൈറ്റിലൊരു റഷ് വന്നു. ചില ടൈമിൽ അങ്ങനെയാണ്, ഒറ്റടിക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ട്രെൻഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു റഷ് വരും. അങ്ങനെ വന്നു അത്. ഇന്നത്തെ പാക്കിംഗ് എല്ലാം വിട്ട്, അൽഹംദുലില്ലാ അടിപൊളിയായിരുന്നു ഇന്നത്തെ സെയിലൊക്കെ. അപ്പോൾ ഇനി അതുള്ള നാളെ വിടണം രാവിലെ. ഓക്കെ, ഞാൻ ഫുൾ ഹരിബരിയായിട്ടാണ് വന്നത്. ഒന്നാമത് ഇവർക്ക് പിള്ളേരെ ആക്കാൻ സമയമായി. ഞാനാണെങ്കിൽ മൊത്തത്തിൽ ഹരിബരി. അപ്പോൾ ഞാനിത് റെഡി ഓരോ ചിക്കൻ ഫിംഗേഴ്സ് പോലത്തെ ഐറ്റം ഫ്രൈ ചെയ്തിട്ട് അതിലോട്ടിടാം. മൊത്തത്തിൽ റെസിപ്പി മാറ്റി ഞാൻ, സമയമൊന്നും ഇല്ല. ഞാൻ 2 റെസിപ്പി വെക്കാമെന്ന് വിചാരിച്ചാൽ മയണീസിട്ട് ചിക്കൻ മതിയാവൂല, അത് ബാക്കിയെല്ലാം എല്ലായിരുന്നു. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടിടാം. ചിക്കൻ മിക്സ് ചെയ്തിട്ട് അടിക്കാം, അടിക്കൊന്നുമില്ല, ഫ്രൈ ചെയ്തിട്ട് കട്ടാക്കിയിട്ടിടാം, മിക്സ് ആക്കാതിൽ. കുറച്ച് കോക്കനട്ട് ഓയിലിൽ സവാള, ക്യാപ്സിക്കം, പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റീം ചെയ്തത് ഷ്രെഡ് ചെയ്ത്, ഇനി ഈ ചിക്കനും നമുക്ക് ഇട്ട് കൊടുക്കാം. ഷൂട്ട് ചെയ്യാൻ നമുക്ക് ആരില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്. ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. റെസിപ്പി മൊത്തത്തിൽ മാറി. ബക്കറ്റൊക്കെ എടുത്ത് ഇട്ടേക്കണ കണ്ടോ? ബക്കറ്റൊക്കെ എടുത്ത് മറിച്ചിട്ട് പോയി ചേട്ടൻ. സോനു ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ട്. അയ്യോ, ഇതൊന്നും വെച്ചില്ലല്ലേ ഫ്രൂട്ട് സലാഡ്? സമയം മറന്നു പോയി. രാവിലെ തന്നെ തുടങ്ങണമെന്ന് വിചാരിക്കും എപ്പോഴും. പിന്നെ അത് ഇത് ഇന്ന് പണി, നാളെ എന്തായാലും തുടങ്ങണം. ഇത് നേരത്തെ പണി കഴിഞ്ഞ് ഇരിക്കണം. ഇതെന്താണ് നോമ്പ് തുറക്കണവരെ പണി, ഒരു ബിസി. അപ്പൊ ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മഴ കിട്ടുമോ? എല്ലാ ദിവസവും നമ്മൾ ആരെങ്കിലൊക്കെ നോമ്പ് തുറക്കാൻ വിളിച്ചത് എല്ലാ ദിവസവും ഇപ്പൊ പറയും അല്ലേ, വാ സോനിക്ക നമ്മുടെ വീട്ടിൽ പോകാം, ഞങ്ങൾ റെഡി. എല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നമുക്ക്. ഫില്ലിങ്സ് പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം, എങ്ങനെ ഏത് ഫില്ലിങ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ സമോസ ഷീറ്റിൽ ബോക്സ് പോലെ ഫില്ലാക്കിയാൽ മതി, നല്ലതായിരിക്കും തിന്നാൻ. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. കുറച്ച് സീസണിങ്സും ഇടാം കേട്ടോ. ഇതിൽ കുറച്ച്
സീസണിങ്സ് ഇട്ട് ഒരു സ്ലൈസ് ചീസും ഇട്ട് ഓർഗാനോ, പിന്നെ കുറച്ച് ചീസ് ഇട്ട്, കുറച്ച് മീൻസ് ഒരു സ്ലൈസ്, ആൻഡ് വി ആർ മിക്സിങ് ഇറ്റ്. ലുക്സ് യമ്മി. ചീസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇടാം. എനിക്ക് സ്ലൈസ് ഉള്ളതുകൊണ്ട് അതാണ് ഇട്ടത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഫിൽ ദിസ്. അപ്പോൾ ഞാൻ സമൂസ ഷീറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോക്സ് പോലെയാണത് ഫില്ല് ചെയ്യാൻ പോണത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കുക. ഈ ടൈപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾ, എന്നിട്ട് tell me എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പല ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് കിളി പോയിരിക്കണം മൊത്തത്തിൽ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ഒന്ന് തുടച്ചിട്ട് ക്ലിപ്പിങ്സ് ഒന്ന് എഡിറ്റിങ്ങിനിരിക്കണം. കിച്ചൺ റഫായിട്ടൊന്ന് തുടക്കലാണ്. പിന്നെ ഡീപ് ക്ലീൻ നൈറ്റാണ് ചെയ്യാറ്. വെയിറ്റ് എ മിനിറ്റ്. ഇപ്പൊ ഇത്രയും തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, പണി കഴിയും. അതൊക്കെ തുടച്ച് എന്തൊക്കെയോ ചെയ്യണ്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ തുടച്ചിട്ട് എബിന് ഫുഡും കൊടുക്കട്ടെ. നോമ്പ് തുറക്കുമ്പോൾ അവന് ഫുഡ് കൊടുത്ത് സെറ്റാക്കട്ടെ. നമുക്ക് പിന്നെ കാണാം. ഞാൻ അങ്ങനെ എബിന് ഫുഡ് കൊടുത്ത് വന്ന് സോനു കടികൾ പൊരിക്കുന്ന പൊരികൾ ഉദ്ദേശിച്ചത് അതന്നെ വിഷ്ണുടെ വയ്യരീസ്. അപ്പോൾ എങ്ങനെയുണ്ട് ബ്രാൻഡ് നോമ്പ്? എവിടെയാണ് താങ്കൾ? കാണുന്നില്ലല്ലോ. എന്താ ക്യാമറ ഇങ്ങനെ. എങ്ങനെയുണ്ട്? ഇന്നലത്തെ ആണോ ടഫ്, ഇന്നത്തെ ആണോ ടഫ്? അപ്പോൾ നമ്മുടെ പല ഷേപ്പിലുള്ള കടികൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ കടിയുള്ള പോലെ തോന്നും. ആൻഡ് നമ്മൾ മുക്കിപ്പൊഴിക്കുന്ന ബീഫ് കട്ട്ലറ്റ്. ഇന്ന് എല്ലാവർക്കും സന്തോഷം. ബീഫ് കട്ട്ലറ്റ് ഉള്ളതുകൊണ്ടിട്ട് ക്രംസ്. വി ഡോണ്ട് ലൈക്ക് ക്രംസ്. ഇതാണ് നമ്മുടെ വീട്ടിലത്തെ സ്പെഷ്യൽ, നമ്മുടെ നാട്ടിലത്തെ സ്പെഷ്യൽ കൊച്ചി സ്റ്റൈൽ. ഇല്ല, ഓ അടുത്ത് വെച്ചോ. ഓർമ്മ ദൂരാണല്ലോ. അടുത്ത് വെച്ചു. നായ്പ്പുറത്ത് വരാം. ഓ കത്തിപ്പോണ്ട പെട്ടെന്ന്. എന്താ ഒപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാനുള്ള സമയമായി. സ്പെഷ്യലായിട്ട് എക്സ്ട്രാ നമ്മൾ ചിക്കൻ പോപ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പല ടൈപ്പ് ഷേപ്പിലുള്ള നമ്മുടെ എക്സ്പെരിമെൻ്റൽ കടി. പിന്നെ നമ്മളെ ഓൾ ടൈം ഫേവറേറ്റ് ബീഫ് കട്ട്ലറ്റ്. പിന്നെ ഡേറ്റ്സ്, ഫ്രൂട്ട്സ് ആയിട്ട് ഗ്രേപ്സ് വെച്ചിട്ടുണ്ട് ഇന്ന്. ആൻഡ് വാട്ടർമെലൺ ആൻഡ് 2 ടൈപ്പ് ഡ്രിങ്ക്സ്. ആൻഡ് ദിസ് ഈസ് അവർ ഇഫ്താർ ടുഡേ. എല്ലാവരെക്കാളും നേരത്തെ ഒരാളിവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് ഇഫ്താറിന് വേണ്ടി. ഇതുപോലെ തന്നെ ആയിരുന്നു അവൻ്റെ ബയ്യ. ഇപ്പം അടുത്ത ആള്. ചെയറിലിരിക്കും. സിറ്റ് ദേ. ഓക്കെ, സിറ്റ് ദേ. എല്ലാവരും വരൂ, സമയമായി. എല്ലാവരും വരൂ. സോനുൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റം സോന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. സുനുവൊക്കെ യൂണിഫോമിൽ തന്നെയാണ്. ഇപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ സോനുൻ്റെ സ്പെഷ്യൽ ഐറ്റം സെറ്റാക്കുക. വാ സോനു, ടൈം സമയായി. സക്സസ്ഫുള്ളി. പിള്ളേർ ട്യൂഷൻ വന്നേ ഉള്ളൂ പാവ. അതുകൊണ്ട് സ്റ്റിൽ ഇൻ യൂണിഫോം.
ഹായ് ഹായ് ಮೊದಲಾಲಿ ಕ್ಯೂಟಿ ಪೈ ಮೊದಲಾಲಿ ക്യൂട്ടി പൈ ഭയങ്കര സന്തോഷം. പയ്യനെ പോലെ തന്നെ പണ്ട് പയ്യ ഇങ്ങനെയായിരുന്നു. ആദ്യം വന്നിരിക്കും. പയ്യയുടെ ഫേവറേറ്റ് മന്താണ് നോമ്പ്. പയ്യ വലുതായി. അടുത്ത ആള്. ഹൗസ് ദ ചിക്കൻ? Did you like it? Yes. Gift to പയ്യ. ഓ കഴിച്ചു കൊടുക്കും മോനെ. പാവ വായതെടുത്ത് കൊടുക്കണം. Eat. You eat. ഗുഡ് ബോയ് ട്ടാ. മമ്മസ് ഗുഡ് ബോയ്. യാമി. ഓഹോ തളർന്നിരിക്കുന്ന നമ്മുടെ മുതലാളി. Your favorite beef cutlet is there today. ഞാൻ ഈ ഇപ്പൊ തിന്നു കുട്ടി എന്തിനാ കണക്ക് മക്കളത്? അല്ല നമ്മളെല്ലാരും എബൂരും വെട്ടാണ്. വട്ടപ്പഴ അതെ സുനുവിന്റെ അപ്പുറത്ത് പോയി. കട്ട്ലറ്റ് എങ്ങനെയുണ്ട്? ഇത് മൂന്ന് ഇങ്ങനെ നിങ്ങളിപ്പൊ കഴിക്കും ബ്രോ. അതിന്റെ മൂല സമോസ അല്ല കേട്ടാ, സമോസ അല്ല, വേറെ ഫില്ലിങ്സ് ആണ്. സമോസ സമോസയുടെ ഷേപ്പ് ഉണ്ട്. ഉണ്ട് സോസേജിൻ്റെയാ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് വൈറലായിട്ടുള്ള ഒരു ഫില്ലിങ്. പക്ഷെ സോസൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കണം ബേബി. അങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവൂല. ഇഷ്ടമല്ല. എല്ലുണ്ടാ ചിക്കൻ? എങ്ങനെയുണ്ട് സുന? അത് കട്ട്ലറ്റ് കഴിച്ചാ? കട്ട്ലറ്റ് കഴിച്ചോ? സൈഗ എന്താ കഴിക്കണേ? ആ സെയിം ഫീലിംഗ്. ആ ബോക്സും ഈ സമോസ പോലത്തെ സെയിം ഫീലിംഗ് ആണ്. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ ബീഫ് കട്ട്ലറ്റ് ആണ് ഒരു വൈബ് അല്ലേ ബേബി? അല്ലേ? സൗണ്ട് മാത്രല്ല, നിങ്ങൾക്കൊരു മന്നിപ്പ്, കോൺസെൻട്രേഷൻ ഇല്ല. കുറേയൊക്കെ പറയുമ്പോൾ മുമ്പ് ആദ്യം വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചിട്ടല്ലേ കഴിക്കുള്ളൂ. ഞാൻ കുമ്മട്ടി ചേർത്തിട്ട് എണ്ണ പലഹാരം തിന്നാണ്. എനിക്ക് ഗ്യാസ് കയറും അങ്ങനെ കുമ്മട്ടി കഴിച്ച. ഓ ക്യൂട്ടിപ്പായി അവിടെ എക്സ്പ്രഷൻ ഇട്ടുമ്പോൾ എഴുകിടും. നോക്കി ഗൈസ്, ഞാൻ വിന്നറിനെ മിഡിൽ ഓഫ് ദ വീഡിയോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാനൊരു സ്ക്രീൻഷോട്ട് മാത്രമായിരിക്കും പ്ലേസ് ചെയ്യണത്. സോ ദാറ്റ് ഐ മീൻ അതന്നെ നമ്മൾ ചെയ്ത പോലെ പറഞ്ഞ പോലെ സെലക്ട് ചെയ്യുന്ന ആളെ ഞാൻ ഇപ്പോൾ ഒരു 1 hour വീഡിയോ ഉണ്ടെങ്കിൽ 15 minutes വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ എവിടെയെങ്കിലും 2 സെക്കൻഡ് ഞാൻ പ്ലേസ് ചെയ്യും. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടാലേ വിന്നർ ആരാമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. എൻഡിൽ പ്ലേസ് ചെയ്താൽ നിങ്ങൾ പിന്നെ എൻഡിൽ പോയി കാണും. അതൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫസ്റ്റിൽ പോയാൽ ഫസ്റ്റൊക്കെ. അപ്പോൾ ത്രൂ ഔട്ട് ദ വീഡിയോ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അവരത് പ്ലേസ് ചെയ്യുള്ളൂ. പേരും പറയൂല, ഒന്നും പറയൂല. അപ്പോൾ നിങ്ങൾ ഡെയിലി അത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ട മെയിലിൽ തന്നെ വേണം എനിക്ക് എൻ്റെ മെയിലിലോ എൻ്റേത് അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ടും മെയിനായിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് വേണം, അതിന്റെ മെയിൽ ഐ ഡിയും വേണം. അതിൽ നിന്നായിരിക്കണം മെസ്സേജ് ചെയ്യേണ്ടത്, മെയിൽ അയക്കേണ്ടത്. അത് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലൊക്കെ എൻ്റെ മെയിൽ ഐ ഡിയിലോട്ട് അയച്ചാൽ മതി. സോ യാ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ ഇത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ, വി ആർ വെരി ഹാപ്പി. അപ്പോൾ നമുക്കിന്ന് നാളെ കാണാം. ബൈ.